അല്ല ഗൈസേ, അമേയ വിഷ്ണു ബ്രേക്കപ്പ് ആയി എന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ മുതൽ കാര്യമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടൻറ്റ് ഗൈസ്. ആം, നമ്മുടെ ട്രോളന്മാരുടെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പലപ്പോഴും തോന്നിയുള്ള ഒരു കാര്യം, അവർ വളരെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ബ്രേക്കപ്പ് വിഷയങ്ങൾ, അതായത് ചാടിപ്പോയതിന് ശേഷം ഇൻസ്റ്റഗ്രാമിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള കപ്പിൾസാണ് വിചാരിക്കുക. അവർ ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആവുന്ന സമയത്ത് അവർ വലിയ രീതിയിൽ ട്രോളും, തിന്നിട്ട് എല്ലുമ്മ കുത്തിയിട്ട് ചെയ്ത പരിപാടിയാണ് ഇപ്പം എങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ അവർ എയറിൽ കയറ്റും, ഇങ്ങനെ ഒരു സംഭവം. അപ്പോൾ ഞാൻ ഈ അമേയ വിഷ്ണുവിൻ്റെ ഈ ഒരു സംഗതി ഒരു ട്രോളിലൂടെയാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇതിലൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വളരെ ചെറിയ പ്രായത്തിൽ, അതായത് 12ാമത്തെ വയസ്സിൽ എന്തോ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ആളാണ് അമേയ വിഷ്ണുവിനെ. വിഷ്ണു എന്ന് പറയുന്നത്, വിഷ്ണു ഇന്ന് 25 വയസ്സ് എന്തോ പ്രായമാണുള്ളത്, അമേയയ്ക്ക് 19-20 വയസ്സ് എന്തോണ് പ്രായമുള്ളത്. അപ്പോൾ ഇവർ പോക്സോ കേസിലൊക്കെ ഇവൻ അവളെ കാണാൻ വേണ്ടി വന്നപ്പോൾ, അതായത് ഇവളുടെ അച്ഛൻ ഇല്ല, അമ്മയും അനിയനാണുള്ളത്. അപ്പോൾ അമ്മ കള്ളക്കേസിൽ കുടുക്കിയിട്ട് ഓനെ ജയിലിലാക്കി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു കഥ. അപ്പോൾ ഇവൻ ഇവളില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് സൂയിസൈഡ് ചെയ്യാനൊക്കെ ശ്രമിച്ച് അവസാനം ഇവർ നിയമപരമായിട്ട് കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ ഒരുമിച്ച് ജീവിച്ച് പിന്നീട് എന്താ വെച്ചാൽ അവൻ കഞ്ചാവിൻ്റെ അഡിക്റ്റൊക്കെ ആയിരുന്നു. അപ്പോൾ കഞ്ചാവ് അടിച്ച് വന്നിട്ട് കുറേ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നൊക്കെയാണ് സംഭവം. അപ്പോൾ ഇവിടെ ഓള് പറയുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ ഇപ്പോൾ രണ്ടുപേരും അത്ര എഡ്യൂക്കേറ്റഡ് ആയ ആളുകളല്ല. ചെക്കൻ 8ാം ക്ലാസ് വരെ എന്തോ പഠിച്ചിട്ടുള്ളൂ, അവന് പഠിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു എന്നൊക്കെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. പെണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ +1 വരെ പോയിട്ടുള്ളൂ. പിന്നെ ഇവർ അങ്ങനെ ഒരുമിച്ച് ജീവിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവരുടെ വീഡിയോസ് ഇവർ വൈറലായത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവൾ ചേട്ടാ എനിക്ക് ആലപ്പി പോകാൻ തോന്നുന്നു, അല്ലെങ്കിൽ ചോറും മീൻകറിയും കഴിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ, നിൻ്റെ അപ്പൻ കാശ് സമ്പാദിച്ച് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരുടേതായ രീതിയിലുള്ളൊരു ഫണ്ട് എന്നുള്ള രീതിയിലാണ് അവർ വീഡിയോസൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഇത് വലിയ രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അവരെ ട്രോളാൻ വേണ്ടിയിട്ട് തന്നെ അവർ വീഡിയോസൊക്കെ കാണുന്നുണ്ടായിരുന്നു, കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ളൊരു കപ്പിളാണ് അമേയ വിഷ്ണു, ഈ രണ്ടുപേര്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവള് പറയുന്നത്, ഒരു ഭർത്താവ് എന്ന രീതിയിൽ ആ ചങ്ങായി ഉത്തരവാദിത്തങ്ങളൊന്നും ചെയ്യുന്നില്ലായിരുന്നു, ജോലിക്ക് പോകില്ലായിരുന്നു, എന്നിട്ട് ഞാൻ അവനെ നോക്കി എന്നൊക്കെ പറയുന്നു. ഓൾക്ക് പറഞ്ഞാൽ ഒരു ജോലി അറിയില്ല, ജോലിക്ക് പോകാൻ ആഗ്രഹമില്ല, പഠിക്കാൻ ആഗ്രഹമില്ല, ഇവനെപ്പോഴും കൂടെ വേണം. അങ്ങനെ ഒരു ടിപ്പിക്കൽ കലിപ്പൻ കാന്താരി എന്നുള്ള ലെവലിലായിരുന്നു. ഓൻ ചവിട്ടുന്ന പോലെയുള്ള ആക്ടിങ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് അതൊക്കെയാണ് ഒരു വലിയ ഹിറ്റായിട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയുടെ കാര്യം അറിയാലോ, ഇങ്ങനെയുള്ള പൊന്നാരം കളികളാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ആളുകൾക്ക് കാണാനും കേൾക്കാനും ഒക്കെ ആഗ്രഹം. എന്തായാലും ഇവർ വൈറലായി, ഇവർക്ക് കുറേ ഇൻ്റർവ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ജാങ്കോ സ്പേസിലൊക്കെ ഇവർ ഇൻ്റർവ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേസ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവൾ പ്രഗ്നൻ്റ് ആയപ്പോൾ ആ കൊച്ചി എൻ്റേതല്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അത് ഇവൻ്റെ കൂട്ടുകാരൻ്റെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് നടന്നു എന്നൊക്കെയാണ് ഓൾ പറയുന്നത്. അമേയ ഒരു യൂട്യൂബ് ചാനലിൽ, അവരുടെ അമേയ വിഷ്ണുള്ള യൂട്യൂബ് ചാനലിൽ ഓൾ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവനാണ് ആദ്യം രംഗത്ത് വന്നത്. അതായത് ഇവൻ്റെ കൂട്ടുകാരനുമായിട്ട് ഇവൾക്ക് ഒരു ചാറ്റ് പൊക്കി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, എന്തൊക്കെ വീഡിയോസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവനെ ചതിച്ചതാണ്, കൂട്ടുകാരെ എന്നെ ചതിച്ചതാണ്, എൻ്റെ ഭാര്യനെ തട്ടിയെടുത്തതാണ്, ഭാര്യയ്ക്ക് അവനായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ സംഭവം. അപ്പോൾ അമ്മയെ പറയുന്നത് എന്താ വെച്ചാൽ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലായിരുന്നു, ഇവനങ്ങനെ എല്ലാവരോടും പറഞ്ഞു പരത്തിയതാണ്, പക്ഷേ ഇപ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കാൻ പോവുകയാണ് ഞാൻ ഇവനായിട്ട് റിലേഷൻഷിപ്പാണ് എന്നുള്ള സംഗതി എന്നൊക്കെ. അപ്പോൾ ഇതെന്താണ്, ഇതൊരു പ്രതികാര സംഭവമാണോ? അങ്ങനെ സംഗതിയാണ്. എന്തായാലും ഇവൾ പറയുന്നത് എന്താ വെച്ചാൽ, ഒട്ടും സേഫ് അല്ല അവൻ്റെ കൂടെ ജീവിക്കുമ്പോൾ എന്നുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആളുകളിപ്പോൾ തിന്നിട്ട് എല്ലുമ്മ കയറിയിട്ട് ചെയ്ത പരിപാടിയാണ്, മര്യാദയ്ക്ക് പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ പോരായിരുന്നില്ലേ എന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ഞങ്ങൾ അങ്ങനെ ചെയ്തതാണെന്നൊക്കെയാണ്. അപ്പോൾ പല ആളുകൾ ഇവരെ ഇൻ്റർവ്യൂസ് വന്നതിന് ശേഷം, തുടക്കത്തിൽ ഇവർ ഭയങ്കര രീതിയിൽ എയർ കയറ്റിയായിരുന്നു. ഇൻ്റർവ്യൂ വന്നതിന് ശേഷം പല ആളുകളും ചെയ്തിരുന്നു. 1 വർഷം മുമ്പാണ് ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത് അല്ലേ. അപ്പോൾ ഇവർ ഇൻ്റർവ്യൂ വന്നതിന് ശേഷം ആളുകൾക്ക് ഇവരോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു, അതായത് വേണ്ടത്ര കെയർ കിട്ടാണ്ടുള്ള 2 പേര്. അപ്പോൾ ഇവർക്ക് പരസ്പരം ഇവരുടേതായ ഒരു ശൈലിയിൽ, ഭാഷയിൽ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇവർ റിലേഷൻഷിപ്പിൽ നോക്കി കാണുന്നു, ഇവർ ഒരുമിച്ച് ജീവിക്കുന്നു, 2 പേർക്കും കെയർ കിട്ടുന്നുണ്ട്, ഹാപ്പി ആണെങ്കിൽ അവരങ്ങനെ ജീവിക്കട്ടെ, ഒരു സ്നേഹം തോന്നുന്നു 2 പേരോടും. വെറുത്ത് കുട്ടിശങ്കരനോട് അവസാനം ഇഷ്ടം തോന്നുന്നു എന്നുള്ള രീതിയിൽ അമേയ വിഷ്ണു ഈ ഒരു ദമ്പതികളോട് ആളുകൾക്ക് ഭയങ്കരമായിട്ട് സ്നേഹം ഉണ്ടായിരുന്നു. ഇവർ നിയമപരമായിട്ട് കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്തായാലും അമേയ വിഷ്ണുവിൽ നിന്ന് അകന്ന്
വിഷ്ണുവിൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ആണ് ജീവിക്കുന്നത്. അവൾ പ്രഗ്നൻ്റ് ആണ് എന്നാണ് അവളുടെ വീഡിയോസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് വാട്ട് നെക്സ്റ്റ്, ഇവരുടെ ഫ്യൂച്ചർ സംഭവം എന്താണ്. അപ്പോൾ ആളുകൾ ഇവരുടെ തെറ്റുകൾ എന്താണെന്ന് ചൂണ്ടിക്കാണിക്കുക, ഇവരെയൊക്കെ വളരെ എന്താ പറയുക വെറുപ്പോട് കൂടിയിട്ട് കമൻറ്റ് ചെയ്യുക ഇവരുടെ വീഡിയോസ് താഴെ, ഇങ്ങനെയുള്ളൊരു സംഭവമൊക്കെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ ലൈഫ് എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ സ്മൂത്തായിട്ട് പോകുന്നില്ല ഗേസ്. അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കും. നമ്മൾ പല തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും, അറിയാതെയോ ചെയ്തിട്ടുണ്ടായിരിക്കും. സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പല രീതിയിൽ കൊണ്ടെത്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതിലൊന്നും തളരാണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഇവൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അവളുടെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോവുക. അതേപോലെ ഇപ്പോൾ ജീവിക്കണമെങ്കിൽ കാശ് വേണമല്ലോ. അപ്പോൾ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇവർക്ക് നല്ല രീതിയിൽ ആക്റ്റീവ് ആവാമെന്ന് തോന്നുന്ന കേസ്. ഞാൻ അമേയ വിഷ്ണു എന്നുള്ള യൂട്യൂബ് ചാനൽ നോക്കിയപ്പോൾ ആകെ 2 വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോ ഒരു ലോങ് വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നാലും 4.94 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഇല്ലായിരുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ ഇവർ വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ അതിൽ വലിയ രീതിയിൽ എന്താ പറയുക ആക്റ്റീവ് ആവുകയാണെങ്കിൽ, കാര്യമായി ആക്റ്റീവ് ആവുകയാണെങ്കിൽ നല്ല രീതിയിൽ അവർക്കൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്നുള്ള ഒരു പ്രൊമോഷൻസും ഇൻകം കിട്ടുന്ന രീതിയിലുള്ള ഒരു സംഭവമാക്കിയിട്ട് മാറ്റാൻ സാധിക്കും. കുറേ ഇൻ്റർവ്യൂസും സംഭവങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെ ഒരു ബേസിക്കായ രീതിയിലുള്ള ഒരു ലൈഫിനുള്ള ഒരു ബേസ് കിട്ടാവുന്ന ഒരു രീതിയിലേക്ക് സോഷ്യൽ മീഡിയനെ ഉപയോഗിക്കാൻ തോന്നുന്നു കേസ്. അതുപോലെ പഠിത്തമായിട്ട് മുന്നോട്ട് പോവുക. അപ്പം അങ്ങനെ എന്താ വെച്ചാൽ ഭാവിയിലൊരു ജോലിയൊക്കെ നോക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പ്രാക്ടിക്കലി അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് തോന്നുന്നു കേസ്. അപ്പോൾ അമേയ വിഷ്ണു ഈ വീഡിയോ കാണുകയാണെങ്കിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കുക, പഠിത്തം കംപ്ലീറ്റ് ചെയ്യുക, പറ്റാവുന്ന അത്രത്തോളം കാലം പഠിക്കുക, നല്ലൊരു സർട്ടിഫിക്കറ്റൊക്കെ കയ്യിലാവുക, പ്രാക്ടിക്കൽ ലൈഫിൽ ഒരു ജോലി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അതുപോലെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുക. ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം നിർത്തേണ്ട കാര്യമൊന്നുമില്ല, നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും തോന്നുന്ന കേസ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇങ്ങനെയുള്ള കുട്ടികളുടെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ക്രഷിൻ്റെ പുറത്ത് ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്തൊരു ലൈഫിൽ ഡേഞ്ചറസ് ആയ സിറ്റുവേഷനിലൊക്കെ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പിൻ്റെ പേരിൽ ഇൻഫാച്വേഷനൊക്കെ ആയിരിക്കാം. നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൻ്റെ ഒരു സംഭവം, പ്രാക്ടിക്കൽ ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ ക്രൂവലാണ്, അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ കല്യാണം എന്നുള്ളതല്ല ലൈഫിലെ വലുത്, നമുക്കൊരു അടിത്തറ ഉണ്ടാകുമെന്നൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് പല ആളുകൾക്കും വേണ്ടത്ര കെയർ കിട്ടാണ്ടെയും അല്ലെങ്കിൽ ചെറുപ്പകാലത്തുള്ള ട്രോമാറ്റിക്കായ എക്സ്പീരിയൻസിലൂടെയൊക്കെ എന്താ വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ വളരെ ബാഡായിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ ഓർമ്മയിലൊക്കെ നമുക്ക് പലപ്പോഴും എന്താ വെച്ചാൽ നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നമ്മളൊരു കെയറിന് വേണ്ടി സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് കൊതിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ എത്തിപ്പെടുന്നത് വളരെ ഡേഞ്ചറസ് ആയ സിറ്റുവേഷൻസിലൂടെ അങ്ങനെയുള്ള ആളുകളുടെ കയ്യിലൊക്കെ ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇവിടെ അമ്മയ്ക്ക് അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് എത്തിപ്പെട്ടതെന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കാര്യം ആലോചിച്ചു, ആ കൊച്ചു ചെറിയ പ്രായത്തിൽ ഇതിപ്പോൾ ഇങ്ങനെ, ചെറിയ പ്രായത്തിൽ നല്ല 19-20 വയസ്സെന്ത് പ്രായം, എന്നാലും ചെറിയ പ്രായമാണ്, പ്രഗ്നൻ്റ് ആയിട്ട് ആ കൊച്ചിനും കൂടി നോക്കുമ്പോൾ ഒരവസ്ഥ, ഇനി ഇപ്പോൾ കയ്യിലുള്ള ഓൻ നല്ല രീതിയിൽ നോക്കിയില്ലെങ്കിൽ അവളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും. അപ്പം ഞാൻ ആലോചിക്കുന്ന ഇതാണ് കേസ്. ഇപ്പോൾ നമുക്ക് ചിന്നുപാപ്പുവിൻ്റെ കാര്യം നമുക്ക് അറിയാം എന്താണ്. ചിന്നുപാപ്പു മൾട്ടിപ്പിൾ റിലേഷൻസിലും ഒക്കെ ആയിട്ട് നല്ലൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയാൻ പറ്റുമോ അറിയില്ല. എന്തായാലും ഇപ്പോൾ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനൊക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ എന്നിട്ട് അവസാനം ആ കൊച്ചു ആത്മഹത്യ ചെയ്തു. അപ്പം അങ്ങനെ ഒരു അവസ്ഥ അമ്മയ്ക്ക് വരാതിരിക്കട്ടെ. ഞാൻ ആലോചിക്കുന്നതാണ് ഒരാൾ ജീവിതം അവസാനിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞത് എന്താ പറയുക, നമ്മൾ വളരെ അപ്രതീക്ഷിതമായിട്ട് പലപ്പോഴും സംഭവിക്കും. ഇപ്പോൾ ഒരാളുടെ ജീവിതം അങ്ങ് നശിപ്പിക്കപ്പെടാണ്ട് പോകട്ടെ, ഇത് ജീവിതമായിട്ട് മുന്നോട്ട് പോകട്ടെ. അപ്പോൾ ജീവിക്കാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവട്ടെ, ഒരു ക്ലാരിറ്റി ഉണ്ടാവട്ടെ. അപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ആക്റ്റീവ് ആവുകയും നല്ല ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവുകയും ജീവിക്കാനുള്ള കാശ് ഉണ്ടാക്കുകയും അതേപോലെ പറ്റുന്ന പോലെ സൊസൈറ്റി ഇൻഫ്ലുവൻസ് ചെലുത്താവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫൈറ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവമുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള കുറച്ചെങ്കിലും പറ്റണ പോലെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ടാക്കാൻ കെട്ടിപ്പടുക്കാൻ ആർക്ക് കഴിയട്ടെ, അമ്മയ്ക്ക് കഴിയട്ടെ എന്നാണ് കേസ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ വിഷ്ണു ഇപ്പോൾ ഇവളെ ബ്ലാക്ക് മെയിൽ ചെയ്യാണ്, പ്രതികാരം ചെയ്യാനുള്ള ഒരു രീതിയിലാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതൊരു റിലേഷൻഷിപ്പിൻ്റെ പലപ്പോഴും എന്താ വെച്ചാൽ ഒരു നഷ്ടപ്പെടൽ സംഭവിച്ചിട്ട് ചീറ്റിങ്ങൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സംഗതിയായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു തെറാപ്പി പോലെയുള്ള ഒരു സംഗതികളൊക്കെ ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക സിനിമകൾ കണ്ടിട്ടോ യാത്ര ചെയ്തിട്ടൊക്കെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരാൾ ഉപദ്രവിക്കാത്ത രീതിയിലുള്ള ഒരു സംഭവത്തിലേക്കൊക്കെ എത്താൻ വിഷ്ണുവിന് സാധിക്കട്ടെ എന്നാണ് കേസ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് അതായത് സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ ഇവർക്കൊരു അങ്ങനൊരു സമാധാനം സന്തോഷം കിട്ടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പ്രാക്ടിക്കലി ചെയ്യാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ എല്ലാവരും ഇവരിങ്ങനെ കുത്തിയിരുന്നു വിമർശിക്കണമൊക്കെ ചെയ്യുമ്പോൾ വീട്ടുകാരുടെ ഇപ്പോൾ അമ്മയുടെ അനിയൻ്റെ ഒന്നും സപ്പോർട്ടില്ലാണ്ട് കുടുംബക്കാരായാലും സപ്പോർട്ടില്ലാണ്ട് ഒരു പെങ്കൊച്ച് പ്രഗ്നൻ്റ് ആയിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോഴുള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ,
ഇപ്പോൾ അവർ ഡിവോഴ്സ്ഡ് എന്ന് പറയാൻ പറ്റില്ല, ബ്രേക്കപ്പ് സെപ്പറേറ്റഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. സംഭവം എന്താ വെച്ചാൽ ഇവർ നിയമപരമായിട്ട് കല്യാണം കഴിച്ചിട്ടില്ല. ആര്? അമ്മയും വിഷ്ണു. അപ്പോൾ വിഷ്ണുവിൻ്റെ കൂട്ടുകാരൻ്റെ കൂടെയാണ് ഇപ്പോൾ അമ്മയ്യ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും അവൾക്ക് ഈ ഒരു സ്റ്റേജിൽ, പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇവരെന്നുള്ള ലെവലിൽ പറയുകയാണെങ്കിൽ ഇവരുടെ വീഡിയോസ് കാണുന്ന ആളുകൾ ഇവരെ മുഴുവനായിട്ട് ഇങ്ങനെ വിമർശിക്കുന്നതിന് പകരം, അപ്പോൾ എല്ലാവർക്കും തെറ്റുകളൊക്കെ സംഭവിക്കുന്നതായിരിക്കും, മനുഷ്യരല്ലേ, ഇപ്പോഴും നമ്മൾ പെർഫെക്റ്റായിട്ട് അടിപൊളിയായിട്ട് നിൽക്കാൻ പറ്റണമെന്നൊന്നുമില്ല. അപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം എന്നല്ല, നമുക്കൊരു മിനിമം എമ്പതി വെച്ച് പുലർത്തിയിട്ടുണ്ടെങ്കിൽ അത് അമ്മയ്ക്കും വിഷ്ണുവിനൊക്കെ ഒരു അവർക്കുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലാവും തോന്നുന്നു ഗൈസ്. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയായിട്ടുള്ള അമ്മയെ. അപ്പോൾ അമ്മയോടാണ് എനിക്ക് പ്രത്യേകം എടുത്ത് പറയാനുള്ളത്. ലൈഫ് ഒന്നേ ഉള്ളൂ. ലൈഫ് ചെയ്ത തെറ്റുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇനി അങ്ങനെയുള്ള തെറ്റുകളിൽ എത്തിപ്പെടാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ നോക്കുക ലൈഫിനെ. പഠിത്തമായിട്ട് മുന്നോട്ട് പോവുക, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുക. ഇൻ്റർവ്യൂസ്, പ്രൊമോഷൻസൊക്കെ സംഗതികളൊക്കെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ലൈഫ് അടിപൊളിയായിട്ട് പോകട്ടെ. നമ്മുടെ അവസ്ഥ, നമ്മുടെ ഭാവിയിൽ എന്താ സംഭവിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. പിന്നെ നമ്മൾ ഒരാളെ വിലയിരുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ സാഹചര്യം ആവണമെന്നില്ല മറ്റുള്ള ഒരാളുടെ. അപ്പോൾ ഈ അമ്മയുടെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, അച്ഛനില്ല, അപ്പോൾ ആ ഒരു കെയർ കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും ഇവനായിട്ട് അടുത്തുണ്ടായിരിക്കുക. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇനി ഇത്രയും കഞ്ചാവും ഇങ്ങനെയുള്ള വലിച്ചു കയറ്റി കിടക്കണ ഒരുത്തനായിട്ട് റിലേഷൻഷിപ്പ് ആകുമ്പോൾ അവസ്ഥ എന്തായിരിക്കും. അവൻ ആ കെയർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ അവൾക്കത് വളരെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കെയറാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതൊരവസ്ഥയിലായിരിക്കും. ചിലപ്പോൾ ആ സിറ്റുവേഷനിൽ ആ ഒരു കെയർ അവൾക്ക് ആവശ്യമായിരുന്നിരിക്കാം. അല്ലെങ്കിൽ അവൾ അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ട് ലൈഫിൽ വേറൊരു എക്സ്പോഷറൊന്നും കിട്ടാത്തതിൻ്റെ ഒരു അവസ്ഥയിലായിരിക്കും അങ്ങനെ ഒരു സംഭവത്തിലൊക്കെ പോയി ചാടിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ എന്തായാലും അമ്മയുടെ വീട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളൊരു കൊച്ചിനെ കൈവിടാണ്ടിരിക്കുക. നിങ്ങൾ ഈ ഒരു സമയത്ത് അവളോട് പുറത്ത് അവളെ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, അത്യാവശ്യം സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, അവൾക്ക് ലൈഫിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിലും ഇനി ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ലൈഫ് കെട്ടിപ്പടുക്കാൻ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ അതൊരു മാതൃകാപരമായിട്ടുള്ളൊരു സംഗതിയാവുമെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ചുമ്മാ ട്രോള്, നെഗറ്റീവായിട്ട് പറയുക, അവരോട് വെറുപ്പ് കലർന്ന രീതിയിൽ ഇടപെടുക, കമൻറ്റ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെ പോസിറ്റീവായ കുറച്ച് കാര്യങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈഫിൽ അടിപൊളിയാവും എന്ന് തോന്നുന്നു ഗൈസ്. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, ഒരാളെ വിമർശിക്കാനും കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും തെറി വിളിക്കാൻ, ചീത്ത വിളിക്കാനൊക്കെ എളുപ്പമാണ് ഗൈസ്. ഒരാളുടെ എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ഉണ്ടായിരിക്കുമല്ലോ എല്ലാ മനുഷ്യരിലും. അപ്പോൾ അതിനെ പുറത്ത് കൊണ്ടുവരാൻ നമുക്ക് പറ്റണ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഒരു വിരലിനൊക്കെ ആണെങ്കിലും അതൊരു ചെറിയ വാക്കാണെങ്കിലും വലിയ സംഭവമായിരിക്കും തോന്നുന്നു ഗൈസ്. അപ്പോൾ അമ്മയുടെ വിഷ്ണു എന്നുള്ള ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്ന സംഭവം ഇതാണ്. ആ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു, അത് ബ്രേക്കപ്പായി. അപ്പോൾ ഇപ്പോൾ അവർ വളരെ അരക്ഷിതമായിട്ടുള്ളൊരവസ്ഥയിലായിരിക്കും ജീവിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അത് അവർക്ക് ജീവിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവട്ടെ, ജീവിതം നഷ്ടപ്പെടാതിരിക്കട്ടെ എന്നൊരു സംഭവമാണ് കേസ് എനിക്കിതിൽ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ പോയിൻ്റ് ഇതാണ്, ലൈഫിൽ ഇങ്ങനെയുള്ള പല അവസ്ഥകളിലൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടി വരുന്നുണ്ടായിരിക്കും. അതിലൂടെ ലൈഫ് നഷ്ടപ്പെടാണ്ടിരിക്കുക, തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തുക. അത്രയുള്ളൂ ഗൈസ്. ലൈഫ് ഫൈറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ പലതും സംഭവിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ പലരും പറയുന്നത് ചാടിപ്പോയി, എന്നിട്ട് ഇപ്പോൾ എന്തുണ്ടായത്, ഇപ്പോൾ അനുഭവിച്ചില്ലേ എന്നൊക്കെയാണ്. അത് പാസ്റ്റ് ഈസ് പാസ്റ്റ്. നമ്മൾ ഇനി അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചില സമയത്ത് നമ്മൾ പോയ ലൈഫിനെ നമുക്ക് തിരിച്ച് കെട്ടിപ്പടുക്കാൻ വളരെ സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു സ്ട്രെയിനിൽ നമ്മളൊരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഫൈറ്റ് ചെയ്യാനുള്ളൊരു എനർജി ഉണ്ടാവുന്നുണ്ടായിരിക്കും ഗൈസ്, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർ ഇപ്പോൾ അനുഭവിക്കുന്ന, ഇപ്പോൾ പലർക്കും അറിയുന്ന റിലേഷൻഷിപ്പൊക്കെ ബ്രേക്കപ്പ് ആകുമ്പോൾ പലരും തെറാപ്പിയിലേക്ക് പോകും. പല ആളുകളും ഡ്രഗ്സ് ഉപയോഗിച്ച് തുടങ്ങും. ചില ആളുകൾ എന്താണെന്ന് വെച്ചാൽ യാത്ര ചെയ്യും. ചില ആളുകൾ സൂയിസൈഡ് ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ അവസാനം പറഞ്ഞ സൂയിസൈഡിലേക്കോ ഡ്രഗ് അബ്യൂസിലേക്കോ അങ്ങനെ ഒരു അവസ്ഥയിലേക്കൊന്നും ആ പെങ്കൊച്ച് പോകാണ്ടിരിക്കട്ടെ, എത്തിപ്പെടാതിരിക്കട്ടെ. അപ്പോൾ ആ കൊച്ചിന് ജീവിക്കാനുള്ളൊരു കോൺഫിഡൻസ് നമ്മൾ മൂലം കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് കേസ്. അപ്പോൾ എന്തായാലും നമ്മൾ ചേർത്ത് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു സംഭവമാണ്. അല്ലെങ്കിൽ ചിന്നുപാപ്പുവിനെ പോലുള്ള ഒരു അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് അങ്ങനെ ഒരു വാർത്ത നമുക്ക് കേൾക്കാൻ ഇടയാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഞാൻ പേടിക്കുന്നതാണ്. ഓള് പഠിത്തമായിട്ട് മുന്നോട്ട് പോവുക, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുക, അവളുടെ അമ്മ അനിയനൊക്കെ കുടുംബക്കാരൊക്കെ പറ്റേണ്ട ഇതിൽ ഓളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വലിയൊരു കാര്യമായിരിക്കും തോന്നുന്നു കേസ്.